आज उसको परमेश्वर ने अंधकार के तारे के नाम से ഇവന്റെ സ്വഭാവത്തെ ഇരുളിന്റെ സ്വഭാവം എന്ന് വിളിച്ചു. इसका जो स्वभाव है वो अंधकार के जैसा है. ഇവന്റെ പ്രവൃത്തികളെ ഇരുളിന്റെ പ്രവൃത്തികൾ എന്ന് വിളിച്ചു. इसकी जो प्रवृत्ति थी वो भी अंधकार के रूप में. ഞാൻ ഇവിടെ ഒരു കൊച്ചു ചേഞ്ച് കൊണ്ടുവരാൻ പോവാ. यहाँ पे मैं एक छोटा सा परिवर्तन लाना ഇന്ന് ലൂസിഫറിനെ ആരാധിക്കുന്നവരുണ്ട്. आज भी लूसीफर की आराधना करने वाले लोग അവരോട് हैं. ഇഷ്ടമുള്ളവരുണ്ട്. उसको पसंद करने वाले भी लोग हैं. അവർ ലൂസിഫറിനെ വിളിക്കുന്ന പേരറിയാമോ? आप जानते हैं क्या कि लोग लूसीफर को किस नाम से जानते हैं? ആർക്കെങ്കിലും അറിയാമോ? क्या कोई भी जानता है क्या? इल्यूमिनिटी, പ്രകാശം തരുന്നവൻ, जो प्रकाश देता है. പണ്ടിവനതായിരുന്നു. पहले वो था, ദൈവം അവനെ തള്ളി. परमेश्वर ने लेकिन उसको धकेल दिया. ബൈബിൾ അവനെ വിളിക്കുന്ന ഇരുട്ടിന്റെ അധികാരി എന്നാ. बाइबल उसको जो है अंधकार का अधिपति के नाम से. നമ്മൾ അവനെ വിളിക്കുന്നത് ഇരുളിന്റെ ദൂതൻ എന്നാ. अभी बाइबल हमें सिखाती है कि वो अंधकार का दूत है. പക്ഷേ അവനെ സേവിക്കുന്നവർ, लेकिन उसकी जो सेवा करते हैं, ഇന്നും അവനെ പഴയ പേരിലാണ് വിളിക്കുന്നത്. आज भी उसको उसके पुराने नाम से जानते हैं. ഇല്യൂമിനേറ്റി, उजियाला, പ്രകാശം തരുന്നവൻ. जो उजियाला देता हो. ഞാൻ ഇവിടെ ഒരു പ്രധാന കാര്യം പറയാം. लेकिन आज मैं एक मुख्य बात आप लोग से कहना चाहता हूँ. ദൈവദാസന്മാരിൽ പലരും ദൈവത്തിനു വേണ്ടി വളരെ പ്രയോജനപ്പെടാറുണ്ട്. बहुत सारे सेवक परमेश्वर के लिए बहुत ही उच्च काम करते എന്നാൽ हैं, പിന്നത്തേതിൽ ചിലർ വീണുപോയി. लेकिन उनमें से कुछ गिर जाते हैं. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ऐसे गिरने वाले ഞാൻ लोग, പറയും ഇനി അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ കൊള്ളുകയില്ല. मैं मसीही नहीं कहना चाहता, കാര്യം അവൻ പോയി. क्योंकि वो चले गए, ലൂസിഫറിന് പറ്റിയ ഒരുവനും പറ്റി. लूसीफर के अधीन में आ गए. പണ്ടിവൻ പ്രവാചകനായിരുന്നു. पहले वो एक भविष्यवक्ता था. അവനെ സേവിക്കുന്നവർ, സാത്താനെ സേവിക്കുന്നവർ ഇന്നും അവനെ പ്രവാചകൻ എന്ന് വിളിക്കും. जो शैतान की सेवा करते हैं आज भी उसको एक भविष्यवक्ता के रूप में ഞാൻ देखते പറയും ഇനി അവനെ അങ്ങനെ വിളിക്കരുത്, അവനതല്ല. हैं. लेकिन मैं कहता हूँ कि अभी उनको ये भविष्यवक्ता मत कहना, क्योंकि वो नहीं है. ഇന്ന് അവൻ കള്ളപ്രവാചകനാണ്. आज वो एक झूठा भविष्यवक्ता है. പണ്ടിവൻ പാസ്റ്റർ ആയിരുന്നു. पहले वो एक पासवान था. ഇപ്പോഴും ഒത്തിരി പേര് അവനെ പാസ്റ്റർ എന്ന് വിളിക്കും. आज भी बहुत से लोग उसको पासवान कहते हैं. ഞാൻ പറയും വിളിക്കരുത്, लेकिन मैं कहता हूँ मत बुलाना, പാപമാണ്. पाप है, അവൻ ഇന്ന് ക്രിസ്ത്യാനി പോലുമല്ല. क्योंकि आज वो मसीही नहीं है. ലൂസിഫർ പണ്ടൊരിക്കൽ പ്രകാശത്തിന്റെ വകയായിരുന്നു, അരുണോദയ പുത്രനായിരുന്നു. लूसीफर जो पहले जो है उजाले का नक्षत्र था. അങ്ങനെയാണ് യെശയ്യാവ് 14:12 പറയുന്നത്. ऐसा ही कहता है यशायाह नबी की 14वीं अध्याय का 23वां वचन. പക്ഷേ ഇന്നവൻ ഇരുളിന്റെ അധികാരിയാണ്. लेकिन आज वो अंधकार के अधिकार में है. അവനെ സേവിക്കുന്നവർ ഇന്നും പറയുന്നത് उसकी जो सेवा करते वो आज भी कहते हैं അവൻ ഇല്യൂമിനേറ്റിയാ. वो एक इल्यूमिनिटी है. ഒരു ഇല്യൂമിനേഷനും അവനില്ല. कुछ उजाला उसमें नहीं है. ഇത് പഴയ കഥയാ. ये एक पुरानी कथा है. അവൻ ഇന്നും പറയുന്നത് वो आज भी कहते हैं ഞാൻ പഴയ സാഹചര്യം പിടിച്ചെടുക്കും. मैं पुराने जो मेरी पास संपत्ति थी मैं उसको वापस ले ഞാൻ लूंगा. സ്വർഗ്ഗത്തിൽ കയറും. मैं दोबारा स्वर्ग में जाऊंगा. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. मैं अपने सिंहासन को परमेश्वर के जो उच्च स्थान में वहां रखूंगा. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും. मैं दोबारा स्वर्ग में चढ़ूंगा. ഞാൻ അവിടെ ഇരുന്ന് ഭരിക്കും. मैं वहां पे बैठ के अधिकार लाऊंगा. ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഇരുന്ന് ഭരിക്കും. मैं ഉത്തരദിക്കിന്റെ അതിർത്തി, എക്സ്ട്രീമിറ്റി ഓഫ് ദ നോർത്തേൺ സൈഡ്, जो सबसे उत्तर में है, एक्सट्रीम उत्तर में है, वहां से बैठ के मैं अधिकार लाऊंगा. അതിനെയാണ് സ്വർഗ്ഗമെന്ന് നമ്മൾ വിളിക്കുന്നത്. उसको हम स्वर्ग कहते हैं. ये हम ഈ बाइबल सिखाती ആശയം है. ഇന്നും അവന്റെ അകത്തുനിന്ന് പോയിട്ടില്ല. ये आशय अभी भी उसके मन से नहीं गया है. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് इसलिए प्रकाशित वाक्य में ये लिखा है, ഇനിയും ഒരിക്കൽ അവൻ ദൈവത്തോട് വീണ്ടും യുദ്ധത്തിന് പോകും. एक बार फिर वो जो है परमेश्वर के विरुद्ध में युद्ध करेगा. അന്ന് അവന്റെ കൂടെ എത്ര ദൂതന്മാർ കാണുമെന്ന് അറിയാമോ? क्या आप जानते हैं कि उस समय कितने दूत लोग उसके साथ रहेंगे? ആകാശത്തിലുള്ള നക്ഷത്രങ്ങളിൽ 1/3 അവന്റെ കൂടെ നിൽക്കും. आकाश में जो जितने तारागण हैं उसमें से 1/3 എന്ന് പറഞ്ഞാൽ ആകെ നക്ഷത്രങ്ങളുടെ ആകെ ദൂതന്മാരുടെ 1/3 അവന്റെ കൂടെ കാണും. जितने भी दूत लोग हैं आकाशगण में, संपूर्ण दूत में से 1/3 उसके साथ रहेंगे. അതിലധികത്തെ സമ്പാദിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. वो उन 1/3 से भी ज्यादा दूतों को अपने अधीन में लाना चाहता है, പക്ഷെ കിട്ടത്തില്ല. लेकिन नहीं कर पाता. കാര്യം ദൈവത്തിന്റെ വചനമാണ് പെർഫെക്റ്റ്. അത് പറഞ്ഞു വണ്ടേടെ അവന്റെ കൂടെ പോകത്തുള്ളൂ. क्योंकि परमेश्वर का वचन जो स्थिर है, क्योंकि परमेश्वर का वचन कहता है 1/3. എവിടെ നിന്നായിരിക്കും ഞാൻ യുദ്ധം ചെയ്യുന്നത്? लेकिन वो कहां से युद्ध करेगा? എനിക്ക് ഈ ഭൂമി തിരികെ പിടിക്കണം. मुझे ये भूमि दोबारा चाहिए. ദൈവം പറഞ്ഞു നിനക്ക് തരത്തില്ല. परमेश्वर ने कहा मैं तुझे नहीं दूंगा. ഈ ഭൂമി നിനക്ക് തരത്തില്ല. ये भूमि मैं तुझे नहीं दूंगा. ഈ ഭൂമിക്ക് വേണ്ടി ഒരു വാദം ഇന്നും ലൂസിഫറിനുണ്ട്. ये भूमि के इस भूमि को वापस लेने का एक विवाद परमेश्वर के साथ अभी भी लूसीफर को है. അവന്റെ ഒരു ഔട്ട് സ്റ്റേഷൻ പോയിന്റ് ആക്കിയിട്ട് उसका एक बाहरी जो एक स्थान था वो परमेश्वर ने ले लिया. മിലിറ്ററിയുടെ ഭാഷയിൽ അവന്റെ ഒരു ഔട്ട് പോസ്റ്റ് ആക്കി വെച്ചുകൊണ്ട്, अगर मैं मिलिट्री भाषा में बोलूंगा तो उसका एक बाहर जहां पे उस स्थल था जो चाहिए उसे, സാധാരണ ഭാഷയിൽ അവന്റെ ഒരു കോളനി ആക്കി വെച്ചുകൊണ്ട്,
अगर मैं साधारण भाषा में कहूँ तो एक कॉलोनी, एक group, ദൈവത്തിന് വിരോധമായി യുദ്ധം ചെയ്യുവാനുള്ളത് ഇവിടെ സംഭരിക്കുകയാണ് അവന്റെ താല്പര്യം. परमेश्वर के विरुद्ध में युद्ध करने के लिए मैं यहाँ पे उन चीजों को एकत्रित करूंगा. ദൈവം പറഞ്ഞു തരത്തില്ല. परमेश्वर ने कहा मैं तुझे नहीं दूंगा. അതിനുവേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തു? परमेश्वर ने उसके लिए क्या क्या किया? ഒന്ന്, ദൈവം ഭൂമിയെ ദൂരേക്ക് മാറ്റിയിട്ട് पहला परमेश्वर ने किया कि इस भूमि को उसके निज स्थान से दूर किया. അതിന് രൂപഭേദം വരുത്തി. उसमें जो है एक परिवर्तन लाया. ലൂസിഫറിന് കൊള്ളാവുന്നതൊന്നും ഇവിടെ ഇല്ലാതാക്കി. लूसीफर को जो जो चीज चाहिए थी वो सब यहाँ से मिटा दी. അവന്റെ അന്തരീക്ഷം ഇവിടുന്ന് എടുത്തു കളഞ്ഞു. यहाँ का जो वातावरण था वो भी हटा दिया. ഇതിന്റെ അന്തരീക്ഷം ദൈവം മാറ്റി. यहाँ का वातावरण परमेश्वर ने बदल दिया. ഇനി അവൻ വന്നാലും ഇതിനകത്തിരിക്കാൻ ഒക്കില്ല. अब वो अगर यहाँ आएगा भी तो यहाँ रह नहीं सकता. ഞാൻ എങ്ങനെയാ അതിന് പറയേണ്ടത്? मैं उसको कैसे बताऊं, मैं सोच रहा हूँ. ഓക്കെ, ഉപയോഗിക്കാൻ കൊള്ളാത്ത രൂപത്തിലേക്ക് എക്സ്റ്റേണലി ഭൂമിയെ മാറ്റി. ഞാനത് പല ഉദാഹരണങ്ങൾ ഓർത്ത് പറയാൻ കൊള്ളുകയില്ല, അതുകൊണ്ട് പറയാൻ കൊള്ളാവുന്നത് മാത്രം ഞാൻ പറയാം. मैं एक साधारण भाषा में ये बताना चाहता हूँ कि जिस प्रकार लूसीफर यहाँ पे रहना चाहता था उस प्रकार से मैंने भूमि को नहीं रखा. എൻ്റെ കയ്യിൽ ഒരു മുട്ടായി ഉണ്ട്. अगर मेरे पास एक चॉकलेट है, എൻ്റെ പിള്ളേർ കണ്ടാൽ എടുത്ത് തിന്നും. अगर मेरे बच्चे ये देखेंगे तो ये देख के खा जाएंगे. പിള്ളേർ തിന്നാതെ എനിക്ക് ഈ ചോക്ലേറ്റ് സൂക്ഷിക്കണം. बच्चे यह ना देखे इसलिए मैं इस चॉकलेट को कहीं छुपा के रखूंगा. ഒന്ന്, ഞാൻ അതിലൊരല്പം കയ്പ് പുരട്ടാൻ പോകും. पहला मैं ये कर सकता हूँ कि उस चॉकलेट में मैं थोड़ा कड़वाहट ला ഞാൻ दूंगा. കയ്പുള്ള ഒരു ലൈനിലോട്ട് എടുത്തിട്ടു. मैं कड़वी हुई कुछ चीज उसमें मिला കുറച്ച് दूंगा. കഴിഞ്ഞ് എൻ്റെ മോൻ വന്നത് കണ്ടു. थोड़ी देर बाद मेरा बेटा आके वो देखा, തേണ്ടിരിക്കുന്നു മുട്ടായി. ये रहा चॉकलेट. പെട്ടെന്ന് അവൻ എടുത്ത് വായിലോട്ട് വെച്ചു. तुरंत उसने उस चॉकलेट को देखा और अपने मुंह में डाल दिया. ഒറ്റ തുപ്പ്, ഫേ, അഴുക്ക് വേണ്ട. उसने अब तुरंत अपने मुंह से थूक दिया. कितना कड़वा है അവൻ बोल के. ഉപയോഗിക്കാൻ കൊള്ളാത്ത രൂപത്തിലാക്കി. मतलब वो उस चॉकलेट को खा नहीं सकता. എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ഭൂമിയെ എന്നേക്ക് നശിപ്പിച്ചു എന്നല്ല. इसका ये मतलब नहीं कि परमेश्वर ने पृथ्वी को पूर्ण तरीके से नष्ट कर दिया. ഈ ലൂസിഫറിന് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ നിന്ന് മാറ്റി. सिर्फ इतना ही किया कि ताकि लूसीफर उसको उपयोग में ना ला सके. നമ്മൾ അതിനെ കോസ്മോസ് എന്ന് വിളിക്കും. हम विज्ञान की भाषा में उसको कॉस्मोस के बारे में. എന്നിട്ട് ദൈവത്തിന് വേണ്ടി ഇതിനെ കോളനിയാക്കാൻ തീരുമാനിച്ചു. और परमेश्वर अपने अधिकार और अपने हिसाब से उसको एक कॉलोनी के रूप में लाना चाहा. അതിനാവശ്യമായ രൂപീകരണങ്ങൾ ദൈവം കൊടുത്തു. और परमेश्वर उसके हिसाब से जो है वहां पे पुनर्स्थापित किया. ആ രൂപീകരണങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ തുടങ്ങുന്നത്. ये जो पुनर्स्थापना और पुनर्रचना थी उसको जो है उत्पत्ति की पहली किताब में വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. उजियाला हो, ये परमेश्वर ने कहा. വെളിച്ചം ഉണ്ടായി. उजियाला हो गया, ऐसा हुआ. രണ്ട്, ആകാശവിധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. आकाश में आकाश की सृष्टि हो करके परमेश्वर ने कहा आकाश हुआ. ആകാശവിധാനം ഉണ്ടായി. आकाश हुआ. ആകാശമല്ല പറഞ്ഞത്, ഫേവനുണ്ട്. ആകാശം എന്ന് പറയുന്നത് സ്വർഗത്തെ കുറിക്കുന്നതാണ്. സ്വർഗങ്ങൾ, സെലസ്റ്റിയൽ ക്രീച്ചേഴ്സ്, അതല്ല. ദർ ഇസ് എ ഫേവനുണ്ട്. എന്തുവാണ് പറയുന്നത്? വിധാനം മലയാളം. യുനോ it's a layers of fire. സത്യമായിട്ട് അത് जैसे വായുവിന്റെ कि ലെയറുകൾ. आकाश में जो है विभिन्न स्तर होते हैं तो उसमें से जो अलग अलग स्तर वो निर्माण हुआ. ലൂസിഫറിന്റെ കാലത്ത് സൂര്യനിൽ നിന്ന് ഏത് രശ്മി ഇവിടെ അടിച്ചാലും അവനൊരു കുഴപ്പമില്ല. अगर लूसीफर के समय में जो है सूर्य से आने वाली हर किरणें अगर पृथ्वी में आई तो लूसीफर को कोई प्रॉब्लम नहीं. അതിവിടെ വന്നില്ലെങ്കിൽ അവന് ജീവിക്കാൻ ഒക്കെയില്ല. अगर वो ना आए तो ये वो यहाँ पे जीवित नहीं रह പക്ഷെ सकता. ദൈവം ആ രശ്മികൾ കടക്കാതെ F1 ലെയർ ഇട്ടു. ഞാൻ ശാസ്ത്രീയ ഭാഷയിലേക്ക് മാറിയാൽ अब मैं विज्ञान की भाषा में कहूंगा कि वो पृथ्वी, वो जो किरणें जो सूरज से आती हैं वो ना आए इसलिए परमेश्वर ने एक कवरिंग वहां पे വേറെ ചില രശ്മികൾ വരാതിരിക്കേണ്ടതിന്. दूसरी जो हार्मफुल जो खतरनाक किरणें हैं वो ना आए इसलिए मैंने एक कवरिंग किया. ദൈവം F2 ലെയർ വെച്ചു. परमेश्वर ने F2 नामक एक लेयर रखा. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രീയ ഭാഷയിൽ എല്ലാം കൂടെ ചേർത്ത് ദൈവം ഒരു അയണോസ്ഫിയർ ഉണ്ടാക്കി. अगर मैं लघु भाषा में बोलूं तो विज्ञान की भाषा में आयनोस्फीयर करके एक अलग सा स्तर जो है वहां पे बना. ലൂസിഫറിന് വേണ്ട രശ്മികൾ സൂര്യനിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല. जो सूरज से जो किरणें जो आती हैं जो लूसीफर को नहीं जो चाहिए वो यहाँ पे नहीं आएंगी. മനുഷ്യൻ ആവശ്യമുള്ളത് മാത്രമേ വരത്തുള്ളൂ. सिर्फ जो मनुष्य को चाहिए वही किरणें सूरज से यहाँ ഇതിനെ आएंगी. തിരുവചന ഭാഷയിൽ വിധാനം എന്ന് വിളിക്കും. इसलिए बाइबल इसको एक विधान मतलब एक अलग लेयर के रूप में कहता है. അങ്ങനെ ഭൂമിയെ അവന് കൊള്ളരുതാത്തതാക്കി. इस प्रकार सबसे पहले भूमि को जो है लूसीफर ना उपयोग में लाए वैसा किया. ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു. ऐसे बहुत सारे काम जो है परमेश्वर ने किए. അവന് കൊള്ളുകയില്ല, പക്ഷേ നമുക്ക് കൊള്ളാം. അവന് കൊള്ളത്തില്ല, നമുക്ക് കൊള്ളാം. उसको जो पसंद में नहीं आता लेकिन जो हमारे लिए है वैसा किया. ഈ പണിയെല്ലാം കൂടെ ചെയ്യാൻ 100 കോടി വർഷം എടുത്തു.
इन सब चीजों को करने के लिए 100 वर्ष लगे എന്നിട്ട് 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം ഭൂമിയെ ഇന്ന് കാണുന്ന രൂപത്തിൽ തിരിച്ചു കൊണ്ടു. और ऐसा 6 दिन में परमेश्वर ने जो आज हमारी भूमि जैसे दिखती है वैसा किया എന്നിട്ട് പറഞ്ഞു ഇതിന്റെ ഭരണം നോക്കാൻ ഞാൻ മനുഷ്യനെ ആക്കാൻ പോവാ. और उसके बाद परमेश्वर ने कहा कि मैं मनुष्य को इसके अधिकार में दूंगा. ഇന്നത്തെ പുതിയ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറേണ്ടതിന് ചില വാക്യങ്ങൾ ഇനിയും പയ്യെ വായിച്ചു തുടങ്ങാം. आज जो मैं इस चीजों को लेना चाहता हूँ, चलो एक वाक्य से हम चालू എനിക്ക് करना തോന്നുന്നു നമ്മൾ പറഞ്ഞ ആശയങ്ങൾ ഒരു വലിയ അളവിൽ നിങ്ങൾക്ക് കിട്ടിയല്ലോ. अब मैं जो बताना चाहता हूँ मैं समझता हूँ कि आपको समझ में आया होगा. മനുഷ്യന് ആവശ്യമുള്ള സകലതും ദൈവം ഇവിടെ ഉണ്ടാക്കി. मनुष्य को जो जो चीजों की जरूरत थी वो सब परमेश्वर ने यहाँ पे किया. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കാം. उत्पत्ति पुस्तक की पहली अध्याय का 20वां वचन जैसे यहाँ लिखा है, 26-ാമത്തെ വാക്യം വേണേ 26वां वाक्य जैसे यहाँ लिखा है. ഷെയർ ചെയ്യാം. എന്നിട്ട് ഒടുവിൽ ദൈവം പറഞ്ഞു നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. फिर परमेश्वर ने कहा हम मनुष्य को अपने स्वरूप के अनुसार अपनी समानता में बनाएं. ഞാൻ സമുദ്രത്തിൽ മത്സ്യങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. वे समुद्र की मछलियों में भी बनाया है. ഞാൻ കാട്ടിൽ മരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. मैं जंगल में पेड़ पौधों भी बनाए हैं. അവിടെ ഇടയിൽ മൃഗങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. उनके लिए वहाँ पे जीव जंतु भी बनाए हैं. ആകാശത്തിൽ പറക്കുന്ന പറവകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. आकाश में उड़ने वाली पक्षियों को भी बनाया है. എവരിതിങ് ഞാൻ നന്നായി ചെയ്തു. सब कुछ मैंने अच्छे से किया है. ഒരു ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ. एक पूर्ण तरीके से बहुत ही सुंदर पृथ्वी ഞാൻ बनाई ആ है. വാക്കൊന്ന് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. मैं उसको एक और अच्छे से आपको समझाना चाहता हूँ. ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു അതിഥിയായി ഒരു ദിവസം താമസിക്കാൻ പോകാന്ന് ഇരിക്കട്ടെ, अगर किसी घर में एक अतिथि के समान अगर रहने जाऊं, അവർ നിശ്ചയമായിട്ടും എനിക്ക് വേണ്ടി ഒരു കട്ടിൽ ഒരുക്കും. वो उन लोग मेरे लिए एक चारपाई या एक खटिया रखेंगे. ബെഡ്ഷീറ്റുകൾ തന്നിരിക്കും. एक बहुत ही अच्छा बेडशीट देंगे. എനിക്കൊരു രാത്രിയിൽ ഉപയോഗിക്കാനുള്ളത് മുഴുവൻ അവർ എനിക്ക് തന്നിരിക്കും. एक रात मुझे जरूरत की सारी चीजें वो लोग वहाँ पे देंगे. തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ സ്പെഷ്യൽ റൂം ഹീറ്റർ എനിക്ക് തന്നിരിക്കും. अगर मैं एक ठंड जगह जाऊं तो एक रूम हीटर भी मुझे देंगे. ചൂടുള്ളിടത്ത് എയർ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഫാൻ എനിക്ക് തന്നിരിക്കും. अगर एक गर्मी वाली जगह जाऊं तो अगर एयर कंडीशन ना हो तो कम से कम फैन देंगे. ഇതൊന്നും ഇല്ലാതെ എനിക്ക് വെറുതെ ഒരു മുറി തന്നാൽ, अगर ये सब ना होकर अगर मुझे एक कमरा देंगे तो ഞാൻ പറയും ഇവർക്ക് റിയലി എന്നെ വേണ്ടാഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാ. तो इसका मतलब मैं ये मत समझूंगा कि उन लोग मुझे अतिथि के रूप में स्वीकार नहीं किए हैं. ഞാൻ ഒരാളിനെ വിളിച്ചാൽ अगर मैं किसी को बुलाऊंगा, എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും ആളിന് സുഖമായി താമസിക്കാനുള്ളത് കരുതിയിരിക്കും. मुझसे जितना हो सकेगा वो अच्छे से यहाँ पे रहे करके मैं देखूंगा. ലൂസിഫറിന് പകരം മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചു. लूसीफर के बदले मनुष्य की सृष्टि परमेश्वर ने അവൻ यहाँ की. ആവശ്യമുള്ള സകലതും ഇവിടെ സൃഷ്ടിച്ചു. मनुष्य की जरूरत की सारी चीजें परमेश्वर ने यहाँ दी. കണ്ടൊന്ന് രസിക്കേണ്ടതിന് ആവശ്യമുള്ള പുഷ്പങ്ങളും ചെടികളും ദൈവം ഇവിടെ ഉണ്ടാക്കി. अपनी उसकी आंखों को जो है अच्छा लगने के लिए यहाँ पे फूलों के, ശ്വസിക്കേണ്ടതിന് ആവശ്യമുള്ള വായു ഇവിടെ ഉണ്ടാക്കി. सांस लेने के लिए वायु की सृष्टि की. ആ വായുവിന്റെ പുതുമ നഷ്ടപ്പെടുമ്പോൾ പുതുതാക്കാനുള്ള പർവ്വതങ്ങളും സംവിധാന ക്രമങ്ങളും ദൈവം ഇവിടെ ഉണ്ടാക്കി. अगर वायु में कुछ अशुद्धता हो तो उसको अलग करने के लिए पर्वतों का भी निर्माण किया. സകലതും ഇവിടെ ഉണ്ടാക്കി. यहाँ हर एक चीज की सृष्टि की परमेश्वर എന്നിട്ട് ने. മനുഷ്യനെ കുറിച്ച് ദൈവം പറയുകയാണ്, लेकिन इसके बाद परमेश्वर ने मनुष्य को से ഈ कहा, സൗകര്യങ്ങൾ മുഴുവനും ഇവന്റെ അധീനതയിൽ അങ്ങ് കൊടുക്കാൻ പോകും. ये जितनी सुंदरता है तुम्हारे अधीन में मैं देता हूँ. ആകാശത്തിലെ പക്ഷികൾ, आकाश के जो पक्षियां हैं, വെള്ളത്തിലെ മത്സ്യങ്ങൾ, जो समुद्र की मछलियां हैं, ഈ ഭൂമിയിലെ മൃഗങ്ങൾ, इस भूमि के जीव जंतु, എന്നിതിന്റെ മുഴുവന്റെ മേലും അധികാരം ഞാൻ ഇവന് കൊടുക്കാൻ പോകും. इन सबों के ऊपर मैं तुम्हें एक अधिकार देता हूँ. കാരണം ഞാൻ ഇവനെ സൃഷ്ടിക്കുന്നത് क्योंकि मैं इसकी जो सृष्टि किया, എന്റെ സാദൃശ്യത്തിലും मैं अपने स्वभाव से, എന്റെ സ്വരൂപത്തിലുമാണ്. अपने सादृश्य और अपने स्वभाव में ദൈവത്തിന്റെ सृष्टि. പ്രതിപുരുഷനായിട്ട് എന്നെ സൃഷ്ടിക്കുന്നത്. परमेश्वर का एक प्रति पुरुष के रूप में इसकी सृष्टि की. ആവശ്യമുള്ള സകലതും കൊടുത്തു. जरूरत की सारी चीजें मैंने दी. മനുഷ്യനെയും സൃഷ്ടിച്ചു. मनुष्य की भी सृष्टि ഇനി की. മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് ചില 26-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ നോക്കിക്കോട്ടെ. 26-ാം വാക്യം ഒന്നുകൂടെ നോക്കാം. एक और बार मैं उसका 26वां वचन देखना चाहता हूँ. അനന്തരം ദൈവം अनंत पिता നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. हम मनुष्य को अपने स्वरूप के अनुसार अपनी समानता में बनाएं. ഇംഗ്ലീഷിൽ ആരും ഒന്ന് വായിക്കാമോ? 26-ന്റെ ആദ്യത്തെ ഭാഗം. I just need only that one first word that we will make man. ആദ്യത്തെ ഭാഗം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. मैं उसका सिर्फ पहला वचन लेना चाहता हूँ जिसमें लिखा है कि मैं अपनी समानता में अपने स्वरूप मनुष्य की सृष्टि करता हूँ. സൃഷ്ടിയിൽ make എന്ന വാക്ക് ഉപയോഗിച്ചു.
सृष्टि मतलब एक जिस चीज की शुरुआत, അതിനെ ഞാൻ പലതായി തിരിക്കാൻ പോയി. अब मैं उसको अलग अलग तरीके में कहना चाहता हूँ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ 3 പദങ്ങളാണ് ബൈബിൾ ഉപയോഗിച്ചത്. मनुष्य की सृष्टि के बारे में 3 जो वाक्य है बाइबल में लिखा गया ഒന്ന് മെയ്ക്ക് മാൻ, है. पहला इसकी शुरुआत, അതവന്റെ बनाना, അന്തിമ രൂപമാണ്. वो उसका आखिरी रूप था. ഞാൻ അവനെ മെയ്ക്ക് ചെയ്താൽ मैं उसको जब बनाया, അവൻ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ ഇഴജാതികൾക്കും സകലതിനും രാജാവായിരിക്കും, അധികാരിയായിരിക്കും. आकाश के पृथ्वी और जमीन पर रेंगने वाली हर एक जंतु के ऊपर मैंने अधिकार दिया. ഇവന്റെ സ്വരൂപവും സാദൃശ്യവും എന്റേതായിരിക്കും. उसका जो स्वरूप है, उसकी समानता है मेरे जैसी हो. എന്നെപ്പോലെ ഇവനെ കണ്ടാലിരിക്കണം. मेरी समानता में मैंने मनुष्य को बनाया. ഇവൻ നടന്നു പോകുന്നത് ആരെങ്കിലും കണ്ടാൽ अगर ये चले भूमि पे तो എന്നെ ഭയപ്പെടുന്നത് പോലെ ഇവനെ ഭയപ്പെടണം. जैसे मुझे भय मानते हैं वैसा उसका भी भय माने. ഞാൻ അവനെ കീഴടക്കി വെക്കുകയല്ല, मैं उसको अधीन में नहीं लाता हूँ, അവൻ സ്വയം എനിക്ക് കീഴടങ്ങണം. लेकिन वो स्वयं मेरे अधीन में आए. പക്ഷെ ഇവനെ കാണുന്നവർ लेकिन जो लोग इसे देखेंगे, എന്നെ കാണുന്ന പോലെ ഇരിക്കണം. वो लोग जैसे मुझे देखते हैं वैसा ही होगा. അങ്ങനെ ഇവനെ ഉണ്ടാക്കണം. वैसे मैंने इसकी सृष्टि की. ഇവൻ സകലതിനും അധികാരിയായിരിക്കണം. वो सबों का अधिकार होगा. ഇനി 27-ാമത്തെ വാക്യം. अगर उसका हम 23वां वाक्य जब നമ്മൾ पढ़ेंगे, 26-ൽ തിരിച്ചു വരും. നമ്മൾ 26-ൽ തിരിച്ചു വരും, അത് വേറെ കാര്യം. 26 में मैं दोबारा आऊंगा, लेकिन 23 पढ़ेंगे, 27 അവൻ 27 पढ़ेंगे. ഇങ്ങനെ ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. तब परमेश्वर ने मनुष्य को अपने स्वरूप के अनुसार उत्पन्न किया. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. अपने ही स्वरूप के अनुसार परमेश्वर ने उसको उत्पन्न किया, नर और नारी करके उसने मनुष्य की सृष्टि की. ദൈവം അവരെ അനുഗ്രഹിച്ചു. परमेश्वर ने उनको अनुग्रहित किया. പുരുഷനെയും സ്ത്രീയെയും ചേർത്ത് അനുഗ്രഹിച്ചു. पुरुष, नर और नारी दोनों को मिला के നിങ്ങൾ अनुग्रहित किया. സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകണം. तुम जो है संतान की उत्पन्न करने वाले लोग हो, क्या करे अनुग्रहित किया. നിങ്ങൾ അതിനെ അടക്കി വാഴണം. तुम लोग उसको जो है अच्छे से सेवा करोगे. അങ്ങനെ ഒരു കൽപ്പനയും കൊടുത്തു. ऐसा एक आज्ञा भी परमेश्वर ने उनको दी. ആദ്യമേ പറഞ്ഞു ദൈവം മനുഷ്യനെ ഐ വാണ്ട് ടു മേക്ക് ഹിം, അവനെ ഉണ്ടാക്കണം. परमेश्वर ने पहले कहा कि मैं उसका उत्पन्न करूंगा. അത് പല ഘടകങ്ങളിലായിട്ടാണ് ചെയ്തത്. वो अलग अलग स्तर में किया. ഒന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. पहला मनुष्य की सृष्टि की. 26-ൽ മെയ്ക്ക് എന്ന വാക്കാണ് ഉണ്ടാക്കുക എന്ന വാക്കാ. 26वें वाक्य में जैसे लिखा है कि परमेश्वर ने उसको बनाया. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി എനിക്ക് ഈ പുൾപിറ്റ് ഉണ്ടാക്കണം. जैसे कि आप देखते हैं कि मुझे अगर ये पुलपिट बनाना है तो ഒറ്റയടി ഈ പുൾപിറ്റ് ഉണ്ടാകത്തില്ല. एक बार में ये पुलपिट नहीं बनेगा. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അതിന്റെ ബേസ് ഉണ്ടാക്കി എന്നിരിക്കട്ടെ. सबसे पहले मैं उसकी एक नींव डालूंगा, അത് തടി കൊണ്ടാ. वो एक लकड़ी से है. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മുറിച്ചു എടുത്തു എന്നിരിക്കട്ടെ. अगर दूसरा स्टेप देखेंगे तो ये एक अलग अलग पार्ट्स में अलग अलग चीजें हैं. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതിന് വളയ്ക്കേണ്ടിടം വളച്ചു, കിഴിക്കേണ്ടിടം കിഴിച്ചു. तीसरे भाग में मैं ये देखूंगा कि जहां गड्ढा करना है वहां गड्ढा करें. നാലാം സ്റ്റെപ്പിൽ നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കേണ്ടത് മുറുക്കി, ഒട്ടിക്കേണ്ടത് ഒട്ടിച്ചു. चौथे स्तर पे मैं जहां पे नट बोल्ट लगाना है वहां पे नट बोल्ट लगा के उसको कसूंगा. അല്ലെങ്കിൽ അസംബ്ലി ചെയ്തു. दूसरे अर्थ में मैं इन सब चीजों को जोड़ा. 4 സ്റ്റെപ്പ് കൊണ്ടെങ്കിലുമാണ് ഒത്തിരി കാണും. 4 സ്റ്റെപ്പ് കൊണ്ടെങ്കിലുമാണ് ഈ പുൾപിറ്റ് ഉണ്ടാക്കിയത്. कम से कम 4 स्तर में मैंने इसको बनाया. ഇതുപോലെ ദൈവം പറഞ്ഞു നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. इस प्रकार परमेश्वर ने कहा कि मैं मनुष्य की भी सृष्टि करूंगा. ഒന്നാമത്തെ സ്റ്റെപ്പ് पहला जो कदम മനുഷ്യനെ സൃഷ്ടിക്കുക. मनुष्य का बनाना. സൃഷ്ടിക്കുക എന്ന വാക്കിന്റെ അർത്ഥം सृष्टि का मतलब ഇല്ലായ്മയിൽ നിന്നുള്ള വാക്കുക. जहां कुछ नहीं था वहां से किसी चीज की शुरुआत. ഒന്നും ഇല്ലാത്തടത്തു നിന്നാണ് ഇവനെ കൊണ്ടുവരേണ്ടത്. कुछ भी नहीं था, बीजान थी, वहां से इसकी शुरुआत. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. परमेश्वर ने मनुष्य की सृष्टि की. ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ दूसरे अध्याय में हम जब पढ़ेंगे 7-ാമത്തെ വാക്യം. 7वां वचन. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ തൊടുകയാണ്. दूसरा कदम मैं जो है वो छूना चाहता हूं. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ നിർമ്മിച്ചു. तब यहोवा परमेश्वर ने आदम को भूमि की मिट्टी से रचा. ദയവായിട്ട് രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? He formed the man out of the dust. जैसे अंग्रेजी में लिखा है परमेश्वर ने उसे बनाया डस्ट मतलब धूल से. അത് സൃഷ്ടിയല്ല. लेकिन वो सृष्टि नहीं है. ഡസ്റ്റ് നേരത്തെ ഉള്ളതാ. धूल पहले से ही थी. അതിനെ രൂപീകരിച്ചു മനുഷ്യനാക്കുക. लेकिन उसको एक रूप में लाया, ये परमेश्वर ने किया. ആദ്യത്തെ തീരുമാനം पहला जो निर्णय था മനുഷ്യനെ ഉണ്ടാക്കുക. मनुष्य की रचना करना था. ഒന്നാമത്തെ സ്റ്റെപ്പ് दूसरा जो कदम था ഇല്ലായ്മയിൽ നിന്ന് അവനെ ഉളവാക്കുക, സൃഷ്ടിക്കുക. जहां कुछ नहीं था वहां से एक चीज को लाना. രണ്ടാമത്തെ സ്റ്റെപ്പ് दूसरे
कदम में ഉള്ള പൊടിയെ മനുഷ്യരൂപത്തിലാക്കുക. जो मिट्टी वहां पे थी उसको एक रूप में लाके, ഈ വാക്കുകൾ തമ്മിൽ യോജിക്കത്തില്ലല്ലോ. ये दोनों अगर वाक्य को हम लेंगे क्या മനുഷ്യനെ उसमें कोई मतलब- സൃഷ്ടിച്ചതാണോ ഫോം ചെയ്തതാണോ? मनुष्य की सृष्टि की या उसे रचा गया? Am I a creation of God or am I a formation from the dust? ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണോ അതോ ദൈവം എന്നെ പൊടിയിൽ നിന്നുണ്ടാക്കിയതാണോ? क्या मैं परमेश्वर की सृष्टि हूँ या मुझे धूल से रचा गया है? ഇത് രണ്ടുമാണ്. ये दोनों है, ബൈബിളിൽ കള്ളം വരാൻ ഒക്കെയില്ല. पर ये बाइबल का जो वचन है ये गलत नहीं हो सकता. എന്തായിരിക്കും സംഭവിച്ചത്? क्या हुआ होगा? ദൈവം പറഞ്ഞു നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം. परमेश्वर कहते हैं कि मैं अपने अनुसार अपनी समानता में, അത് പ്ലൂറൽ അല്ലയോ ഹിന്ദിയിൽ? ആണല്ലോ, ഹിന്ദിയിൽ പ്ലൂറലാ. മലയാളത്തിൽ പ്ലൂറലാണ്, എല്ലാ ഭാഷയിലും പ്ലൂറലാ. यस, या जहाँ पे जैसे आप देखें यहाँ पे जो है एक वचन में नहीं बहुवचन में लिखा हुआ है. അങ്ങനെയാണെങ്കിൽ 26वें वाक्य ദൈവം में. ഏകവചനമാണോ ബഹുവചനമാണോ? इसका मतलब परमेश्वर एक वचन है कि बहुवचन है? ദൈവം ബഹുവചനമാണ്. परमेश्वर बहुवचन है. അതങ്ങനെ ദൈവത്തിനകത്ത് വേറെ വേറെ ദൈവങ്ങളുണ്ടോ? अब ये कैसे हो सकता है कि परमेश्वर के अंदर एक और परमेश्वर है क्या? ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ട്രിനിറ്റി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒന്നാ. परमेश्वर का सबसे बड़ा त्रिएक मतलब जो देव है त्रिएक परमेश्वर के नाम से जाने जाते हैं. ദൈവം പറഞ്ഞു നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ अगर मैं सृष्टि करता हूँ നമ്മുടെ രൂപത്തിലിരിക്കണം മനുഷ്യൻ. हमारे हिसाब से होना चाहिए ഒരു ഘടകം मनुष्य. പോരാ. एक स्तर नहीं होना चाहिए. നാം 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നതാ. हम अगर 3 स्तर एक साथ हैं तो നമുക്കും ഈ മനുഷ്യനും 3 ഘടകങ്ങൾ വേണം. वैसे ही मनुष्य का भी 3 स्तर होना चाहिए. നമ്മുടെ സാദൃശ്യത്തിലും अपने स्वरूप से, നമ്മുടെ സ്വരൂപത്തിലും अपनी समानता से ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. परमेश्वर ने मनुष्य की सृष्टि की. നമുക്ക് 3 ഘടകങ്ങൾ ഉള്ളതുപോലെ जिस प्रकार मेरा 3 स्तर है, ഇവന് 3 ഘടകങ്ങൾ വേണം. इनका भी 3 स्तर होना चाहिए. അതിലെ ഒന്നാം ഘടകം ആത്മാവാ. उनका उस सबसे पहला स्तर जो है आत्मा है. അന്ന് വരെ മനുഷ്യ ആത്മാവ് എന്നൊന്നില്ല. तब तक जो है मनुष्य मानुषिक आत्मा करके कुछ न था. ഇത് എന്നത്തെ ചരിത്രമാണ്? ये कब का चरित्र है? ഏറെക്കുറെ 6000 വർഷം മുമ്പിലത്തെ ചരിത്രം. कम तकरीबन 6000 वर्ष पहले का है. മേ ബി 10000 വർഷം അതിനകമുള്ള കാര്യമായത്. ज्यादा से ज्यादा 10,000 वर्ष पूर्व. ഇതുവരെ നമ്മൾ എണ്ണി വന്നതെല്ലാം കോടികളിലായി എണ്ണി വന്നത്. अभी तक जो हम गिनती ले रहे थे वो करोड़ों में था. മനുഷ്യനാകപ്പാടെ കുറച്ച് നാളെ ആയുള്ളൂടെ വന്നിട്ട് मनुष्य का अगर आयु देखेंगे तो 6000 वर्ष पुराना ദൈവിക ही है. കോളനിയാക്കി ഇതിനെ മാറ്റാൻ ദൈവം തീരുമാനിച്ചു. परमेश्वर ने अपनी कॉलोनी के हिसाब से इसे बनाना चाहा. അതിനാവശ്യമുള്ള എല്ലാ സൗന്ദര്യ ഘടകങ്ങളും ദൈവം സൃഷ്ടിച്ചു. परमेश्वर ने उसकी जरूरत की सारी चीजों से इसे रचा. ഇതിനകത്തെ പക്ഷികൾ, മൃഗങ്ങൾ, പുഷ്പങ്ങൾ സകലതും ദൈവം ഉണ്ടാക്കി. पृथ्वी में जो आकाश में जो जीव जंतु पेड़ पौधे सब चीज मनुष्य के ഇതിന് हिसाब से അധിപതിയായി ഇതിനെ ഭരിക്കേണ്ടതിന് इन सब पे ऊपर अधिकार के रूप में ദൈവത്തിന്റെ പ്രതിപുരുഷനാകുവാൻ ഒരു വ്യക്തിത്വത്തെ ഇനിയും ദൈവത്തിന് വേണം. परमेश्वर के स्वरूप और समानता के रूप में एक पुरुष എൻ്റെ മാർഗത്തിൽ, എൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ എൻ്റെ കോളനിയാക്കി ഇതിനെ കൊണ്ടുവരണമെങ്കിൽ मेरी समानता, मेरे स्वरूप और मेरे कॉलोनी के हिसाब से चलने वाला എന്നെ പോലെ ഒരാൾ ഇത് ഭരിക്കണം. मेरे जैसा ही एक इंसान इसे അതുകൊണ്ട് നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം ഉണ്ടാക്കുക. इसलिए परमेश्वर ने कहा कि हमारे स्वरूप और समानता में इसकी सृष्टि करें. അതിന്റെ ഒന്നാം പടി उसका पहला जो स्तर है, पहला ഒന്നാം कदम, അധ്യായത്തിന്റെ 28ാമത്തെ വാക്യമാണ്, 27ാമത്തെ വാക്യമാണ്. उसका पहला उत्पत्ति पहला अध्याय का उसका 27वां वचन है. ഇംഗ്ലീഷിൽ അതിന്റെ ആരംഭ ഭാഗം ഒന്ന് വായിക്കാമോ? ദൈവം സൃഷ്ടിച്ചു, ഹി ക്രിയേറ്റഡ്. വായിച്ചു. ഇനഫ് 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 ഹി ക്രിയേറ്റഡ് മാൻ. परमेश्वर ने मनुष्य का उत्पन्न किया. സൃഷ്ടിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള വാക്യം. उत्पन्न किया, जहाँ कुछ भी नहीं था वहां से परमेश्वर ने उत्पन्न किया. മനുഷ്യ ആത്മാവ് എന്നൊന്നും അന്ന് വരെ ഇല്ല. पर परमेश्वर का जो आत्मा था ऐसा कुछ यहाँ पे नहीं था. ദൈവം ഒരാത്മാവിനെ സൃഷ്ടിച്ചു. परमेश्वर ने एक आत्मा की सृष्टि की. രണ്ടാമത്തെ സ്റ്റെപ്പ്, दूसरा जो कदम, 2ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം. दूसरे अध्याय का 7वां वचन है. നിലത്തെ പൊടി കൊണ്ട് ദൈവം ഒരു ശരീരം രൂപീകരിച്ചു. भूमि की मिट्टी से परमेश्वर ने एक पुतला रचा. മനുഷ്യൻ, ദൈവം ത്രിയേകനായതുപോലെ परमेश्वर जिस हिसाब से त्रिएक परमेश्वर है, മനുഷ്യനും ത്രിയേകനാകണം. मनुष्य भी त्रिएक होना चाहिए. ഒന്നാം ഘടകം ആത്മാവാണ്. पहला जो स्तर है वो आत्मा है. ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു. आत्मा को परमेश्वर ने रचा है. രണ്ടാമത്തെ ഘടകം ശരീരമാണ്. दूसरा जो स्तर है वो शरीर है. ശരീരത്തെ ദൈവം പൊടിയിൽ നിന്ന് രൂപീകരിച്ചു. शरीर को प्रभु ने भूमि की मिट्टी से रचा है. എന്നിട്ട് 7ാമത്തെ വാക്യം, 2ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം തുടരുകയാണ്. മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി.
आगे हम जब पढ़ेंगे और उसमें लिखा है और उसके नथनों में जीवन का श्वास फूका। ഞാൻ തിരിച്ചു വരും, ഇത് ഭയങ്കര വിശദീകരണമുള്ളതാ. ये मैं दोबारा इसको आऊंगा क्योंकि ये बहुत गहराई में लेने वाला वक्त है। ദൈവം സൃഷ്ടിച്ച ആത്മാവിനെ परमेश्वर ने जिस आत्मा की सृष्टि की, ദൈവം രൂപീകരിച്ച ശരീരത്തിലേക്ക് ഊതിക്കയറ്റി. परमेश्वर ने जिस चीज की सृष्टि की थी उसको उसके नथनों में फूक के उसमें जीवन डाला। ഇവിടെ ജീവശ്വാസം ഊതി എന്നാ പറയുന്നത്. इसमें लिखा है कि जीवन का जो श्वास है वो परमेश्वर ने फूक दिया। ശ്വാസം എന്ന വാക്ക് श्वास का जो എബ്രായിയിൽ നിന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. हिब्रू वर्ड से लिया गया है। കാര്യം പഴയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്ന എബ്രായില. क्योंकि जो पुराना മിക്കവാറും എഴുതിയിരിക്കുന്ന എബ്രായില. क्योंकि जो पुराना नियम जो बहुतायत में जो लिखा है वो हिब्रू में लिखा है। എബ്രായ ഭാഷയിൽ റൂവ എന്നൊരു വാക്കുണ്ട്. हिब्रू में उसको रुआ के नाम से जाना जाता റൂവ എന്ന വാക്കിന് രണ്ട് അർത്ഥമാണ്. है। रुआ का दो अर्थ होता है। ഒന്നാമത്തെ അർത്ഥം ആത്മാവ്. पहला मतलब आत्मा, പരിശുദ്ധ റൂഹ എന്നാണ് പരിശുദ്ധ ആത്മാവിനെ വിളിക്കുന്നത്. पवित्र रूह के नाम से पवित्र आत्मा को हम कहते രണ്ടാമത്തെ അർത്ഥം കാറ്റ്. हैं। दूसरा अर्थ होता है हवा मतलब ഇതിനകത്ത് वायु। റൂവായെ അയച്ചു എന്ന് പറഞ്ഞാൽ, इसके अंदर अगर मैं वायु को छोड़ा तो റൂവായെ അയച്ചു എന്ന് പറഞ്ഞാൽ इसके अंदर मैं अगर रुआ को छोड़ूंगा तो കാറ്റായെന്നും വരാം, ശ്വാസമായെന്നും വരാം, നമ്മൾ ഉച്ഛ്വസിക്കുന്ന ഉച്ഛ്വാസവായുവായെന്ന് വരാം, വലിയ കൊടുങ്കാറ്റായെന്ന് വരാം. इसका अर्थ श्वास भी हो सकता है, वायु भी हो सकता है, जो हम ग्रहण करते हैं वो भी हो सकता പക്ഷെ അതിന് ജീവനില്ല. है, लेकिन उसमें जीवन नहीं है। റൂവ എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം रूहा जो वाक्य है उसका पहला मतलब ആത്മാവെന്ന. आत्मा है। ഏത് റൂവയെ ഊതിയത്? कौन सी रूहा को जो है परमेश्वर ने फूका है? ജീവനുള്ള റൂവയെ ഇങ്ങോട്ട് ഊതി. जिसमें जीवन है उस चीज को परमेश्वर ने फूका। അതായത് ആത്മാവിനെ ഇങ്ങോട്ട് ഊതി. इसका मतलब है आत्मा को परमेश्वर ने फूका। സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയാം. भाइयों मैं एक चीज आपसे कहना കഴിഞ്ഞ चाहता हूं। കാലങ്ങളിൽ വേദപുസ്തകത്തിൽ ഇത്രയും ഡീറ്റെയിലിൽ പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. अभी तक इतना जो है विवरण या इतनी गहराई में मैं नहीं गया, കാര്യം നമുക്കതിന്റെ ആവശ്യമില്ലായിരുന്നു. क्योंकि इसकी जरूरत नहीं थी। ആത്മയുദ്ധത്തിൽ ഇത്രയും ഡെവലപ്മെന്റ് വന്നിട്ടില്ല. लेकिन जब आत्मा की लड़ाई में हमें इतना डेवलपमेंट इतनी ഈ जो है नहीं ഭയങ്കര ദൈവത്തിന്റെ വചനത്തെ हुई। इस परमेश्वर के वचन में അന്നന്ന് വേണ്ടതിനെ വ്യാഖ്യാനിക്കുവാൻ ദൈവം തന്റെ ആത്മാവിനെ ഭൂമിയിലാക്കി. जिस जिस चीज की जरूरत जब जब है परमेश्वर ने अपने आत्मा के हिसाब से इसे समझाया। ഇന്നത്തെ ആവശ്യത്തിനുള്ളത് ഇന്ന് വരത്തുള്ളൂ. आज की जो जरूरत है वही चीज हमें मिलेगी। ഞാനൊരു കുഞ്ഞിനെ 1ാം ക്ലാസ്സിലോട്ട് കൊണ്ട് സ്കൂളിൽ ചേർത്തെന്നിരിക്കട്ടെ. अगर मैं एक छोटे से बच्चे को पहली क्लास में अगर छोड़ूंगा, 10ാം ക്ലാസ് വരെ ആ സ്കൂളിലുണ്ട്. 10वीं क्लास तक उस स्कूल में है। 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കേണ്ട പുസ്തകങ്ങൾ ആ സ്കൂളിലുണ്ട്. ये पहली क्लास से लेकर 10वीं क्लास तक जो किताबें उसको जरूरत की है वो सब चीज वहाँ है। അതിന്റെ മുഴുവൻ സിലബസും സ്കൂളിൽ ഇരിപ്പുണ്ട്. उसका पूरा सिलेबस भी वहाँ है। പക്ഷെ 1ാം ക്ലാസ്സിലോട്ട് ചേർത്ത കുഞ്ഞിന്റെ 2ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പുസ്തകം കൊടുക്കത്തില്ല. लेकिन पहले क्लास में अगर जाओगे बच्चे को तो दूसरी क्लास का किताब बच्चे को नहीं देते हैं। ദൈവസഭയ്ക്ക് ആവശ്യമുള്ള ചിലത് वैसे ही परमेश्वर की सभा को जरूरत की അതിന്റെ चीजें, ശൈശവദശയിൽ ആവശ്യമില്ലാതിരുന്ന പലതും उसके शुरुआती जो रूप है उसमें, ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല. लेकिन इस किताब में पवित्र शास्त्र में लिखा हुआ है लेकिन हमें मिला नहीं है। എന്നാണ് ഇതിന്റെ ആവശ്യം നേരിടുന്നത്? അന്നാ ദൈവം ഇങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. लेकिन जब हमें इसकी जरूरत होती है तभी परमेश्वर इसे देते हैं। അന്നന്ന് വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടി വരും. जब जब पवित्र शास्त्र जो है उसे विवरण दिया जाएगा, അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ സഭയിൽ അധ്യാപകരാക്കിയിട്ടുണ്ട്. तब तब परमेश्वर बहुतों को जो है एक अध्यापक में रूप में सभा में खड़ा करेंगे। ചിലരെ അപ്പസ്തോലന്മാരാക്കി, बहुतों को जो है अपोस्टल्स बनाए, രണ്ടാമതൊരു ഗ്രൂപ്പിനെ പ്രവാചകന്മാരാക്കി, दूसरों को भविष्यवक्ता के रूप में बनाए, മൂന്നാമതൊരു ഗ്രൂപ്പിനെ സുവിശേഷകന്മാരാക്കി, दूसरों को सुसमाचार फैलाने के रूप में बनाया, നാലാമതൊരു ഗ്രൂപ്പിനെ പാസ്റ്റർമാരാക്കി, दूसरे लोग को पासवान बनाया, അഞ്ചാമതൊരു ഗ്രൂപ്പിനെ തന്റെ അധ്യാപകന്മാരാക്കി. पांचवे जो ग्रुप है उसको अध्यापक के रूप में ഈ लाया। എല്ലാവരെയും പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. इन सबों को जो है पवित्र आत्मा लीड करता है। അവരവർക്ക് വേണ്ട കൃപാവരം അവരവർക്ക് കൊടുക്കും. जरूरत के जो जो कृपावर है वो सब पवित्र आत्मा उनको देते हैं। അവർക്ക് ഉപയോഗിക്കേണ്ട സകലതും ദൈവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. उनकी जरूरत की सारी चीजें पवित्र आत्मा उसे देते हैं। ഭാഷ ഉണ്ടാക്കിയവൻ ഡിക്ഷണറി ഉണ്ടാക്കി നമ്മുടെ കൈ തന്നിട്ടുണ്ട്. जिसने भाषा बनाया उसको समझने के लिए डिक्शनरी भी, शब्दकोश भी परमेश्वर ने बनाया। സമയത്തിന് വ്യാഖ്യാനിക്കാൻ ആത്മാവിനെ നമ്മുടെ മേൽ തന്നു. जो समय के अनुसार जिस चीज को समझाना है वो भी पवित्र आत्मा के द्वारा दिया। ജീവശ്വാസം എന്നാൽ എന്ത്? जो जीवन का श्वास है मतलब क्या है? ആത്മാവാണത്. आत्मा है वो। റൂവ എന്ന വാക്കിന് രണ്ടർത്ഥം വീണ്ടും വരികയാ. रूहा का जो है दो अर्थ है वो दोबारा। ഒന്ന് ജീവനില്ലാത്ത കാറ്റ്, पहला जिसमें जीवन नहीं है वो हवा, രണ്ട് ജീവനുള്ള ആത്മാവ്. दूसरा जीवन जिस आत्मा में जीवन है वो। ഇതിലെ ഏതിനെ ഇങ്ങോട്ട് ഊതിയത്? लेकिन इनमें से कौन सा जो चीज रूहा है, ജീവനുള്ള ആത്മാവിനെയാ ഊതിയത്. जिसमें जीवन है उस आत्मा को परमेश्वर ने फूंका। ആത്മാവിനെ സൃഷ്ടിക്കുകയായിരുന്നു, ഇല്ലായ്മയിൽ നിന്നുള്ള വാക്കുകായിരുന്നു. आत्मा की सृष्टि परमेश्वर ने की है, അതിന്റെ സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റെതാ.
जिसका स्वरूप और जिसकी समानता परमेश्वर से है। ആണും പെണ്ണും അതിനകത്ത് തന്നെ ഉണ്ട്. नर और नारी दोनों उसमें है। ആണും പെണ്ണും ആരംഭിക്കുന്നത് ആത്മാവിലാ. नर और नारी दोनों की शुरुआत जो है आत्मा से हुई। ഇതുകൊണ്ടാണ് ക്രിസ്തുവിൽ സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ലെന്ന് പറഞ്ഞത്. इसलिए जो मसीह में ना स्त्री है ना पुरुष है के भेद से ये होता है। ആ ആത്മാവിന് തന്നെ ഭൂമിയിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. सिर्फ आत्मा से भूमि में कुछ भी नहीं हो सकता। ആത്മാവിന് ഭൂമിയിൽ യാതൊരു ജോലിയും ചെയ്യാനൊക്കത്തില്ല. आत्मा का भूमि में कोई काम नहीं है। ഭൂമിയിൽ ഒരു അധികാരവും നടത്താനൊക്കത്തില്ല. भूमि में कुछ अधिकार नहीं ले सकता है। അത് വേണമെങ്കിൽ ഭൂമിയിലെ പൊടിയിൽ നിന്നും വന്നത് എന്തേലും വേണം. अगर उसमें अधिकार करने के लिए भूमि के मिट्टी से जो रचा है उसी चीज पे अधिकार हो ദൈവത്തിന്റെ सकता है। ആദിമ തീരുമാനം എന്താണ്? परमेश्वर का जो शुरुआती निर्णय है वो നാം क्या है? മനുഷ്യനെ ഉണ്ടാക്കണം, मैं मनुष्य की सृष्टि करूंगा, അവൻ ഇതിന്റെ മേൽ അധികാരം നടത്തണം. उसको मैं पूरा अधिकार उसमें दूंगा। അവൻ ഇതിന്റെ മേൽ അധികാരം വേണമെങ്കിൽ उसको अगर उस पे अधिकार लाना है तो ഭൂമിയുടെ ഒരു ഘടകം അവനിൽ ഇരിക്കണം. भूमि का एक स्तर होना चाहिए उसमें। ഇതില്ലാത്ത ഒരാത്മാവിനും ഭൂമിയുടെ മേൽ ലീഗൽ റൈറ്റ് ഇല്ല. अगर ये चीज नहीं है तो वो अधिपत्य उसमें नहीं मिलेगा। ഞാൻ ഈ ഭൂമിയുടെ മേലുള്ള ലീഗൽ അതോറിറ്റിയെ കുറിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരുന്നു, കുറച്ച് നാളായിട്ട് നിന്നുപോയി. मैं पहले इस चीजों के बारे में काफी विवरण यहाँ पे देता था। ഒരു പ്രാവശ്യം കൂടി എടുക്കേണ്ടത് ആവശ്യമായി. एक और बार लेने की जरूरत ഈ पड़ी मुझे। ഭൂമിയുടെ മേൽ ഒരാത്മാവിനും അധികാരമില്ല. इस भूमि में किसी भी आत्मा का अधिकार की जरूरत नहीं है। ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ अगर यहाँ पे कुछ करना है तो ഭൂമിയുടെ ഒരു ഘടകം അവനുണ്ടായിരിക്കണം. भूमि से रिलेटेड कुछ चीज यहाँ होना चाहिए। ഞാൻ ഇച്ചിരൂടെ താഴോട്ടിറങ്ങാൻ പോവാ. थोड़ा और मैं गहराई में इसको ഈ लेना चाहता हूँ। കോസ്മോസിൽ ഭൂമിയുടെ മേൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, अगर इस कॉस्मोस मतलब इस वातावरण में अगर कुछ करना है ഈ तो സംവിധാന ക്രമത്തിൽ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, इस वातावरण के अनुसार अगर मुझे कुछ करना है तो ഈ സംവിധാന ക്രമത്തിൽ നിന്ന് എടുത്ത ഭൂമിയുടെ ഒരു ഭാഗം ഉണ്ടെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. इस वातावरण या इस भूमि से अगर मैं कुछ लिया हूं तो ही मुझे इस पे अधिकार हो सकता है। ഇതിന്റെ അധികാരം നമുക്ക് തരുവാൻ ദൈവം തീരുമാനിച്ചു. इस पे अधिकार परमेश्वर ने हमें दिया है। അതുകൊണ്ട് ദൈവം പറഞ്ഞു ഭൂമിയുടെ ഒരു ഭാഗം ഇവനിൽ ഉണ്ടായിരിക്കണം. इसलिए परमेश्वर ने ये सोचा कि भूमि का एक भाग इसमें होना ഒന്നാം चाहिए। കണ്ടീഷൻ, നമ്മുടെ സാദൃശ്യത്തിൽ ട്രിനിറ്റിയായി ഇവനെ ഉണ്ടാക്കണം. इसलिए जैसे हम त्रिएक हैं वैसे परमेश्वर भी, जैसे परमेश्वर त्रिएक है ये भी त्रिएक होने ദൈവം चाहिए। ആത്മാവാകയാൽ ആത്മാവ് ഇവനിൽ ഉണ്ടായിരിക്കണം. परमेश्वर आत्मा है तो इसमें आत्मा भी होनी चाहिए। അതുകൊണ്ട് ഒരു പുതിയ ആത്മാവിനെ സൃഷ്ടിച്ചു. इसलिए एक नई